നമുക്കുള്ള അവകാശം നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ അവകാശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പോരാടണം. അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം തരണമെന്ന് അവർ ഒറ്റക്കെട്ടായി ചെന്ന് ആമേൻ ദേവദാസന്മാരോട് അറിയിക്കുകയാണ്. സ്തോത്രം. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്ത് പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ കാര്യത്തിൽ ഒരു ആവശ്യബോധമുണ്ടായി. കേട്ടോ, ആവശ്യബോധമില്ലാത്തവനെ ദൈവം അനുഗ്രഹിക്കത്തില്ല. എനിക്കൊരു കൃപ വേണം, എനിക്കൊരു അഭിഷേകം വേണം, എനിക്ക് കൃപാവരങ്ങൾ വേണം, അതെൻ്റെ അപ്പൻ്റെ അവകാശമാണ്. പരിശുദ്ധന്മാരുടെ വരങ്ങൾ വേണം, ഫലങ്ങൾ വേണം എന്ന് പ്രാർത്ഥിക്കാത്ത നിനക്ക് ദൈവം നൂലെ കെട്ടിത്തൂക്കി ഇറക്കി തരത്തില്ല. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പോരാടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിന്നെ മാനിക്കാൻ ദൈവശക്തനായ ദൈവമാണ്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞ്, പോരാടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിന്നെ മാനിക്കാൻ ദൈവം. കൈ എത്തുന്ന ദൂരത്തിൽ നന്മ നിൽക്കുക. പക്ഷെ നമ്മുടെ അലസത കൊണ്ട് നന്മ നഷ്ടപ്പെടുത്തരുത്. 2026 ദൈവം തരാമെന്ന് വാക്കു പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്നു രാത്രി നിന്റെ കൈ എത്തുന്ന ദൂരത്തിൽ വന്നിട്ടുണ്ട്. നീ ജാഗരിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്നു രാത്രി നിനക്ക് തന്നെ അത് തരും. നിന്റെ നന്മ അയൽവക്കത്തെ വിട്ട് കയറി പോകത്തില്ല, നിന്റെ വീട്ടിൽ തന്നെ വരും. ഹല്ലേലൂയ. മറ്റുള്ളവരെ നന്മയിൽ അസൂയപ്പെടാതെ കുശിപ്പ് കുത്താതെ നമ്മളെ നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മാനിപ്പാൻ ശക്തനാണ്. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു, തലമുറകളെ ദൈവമാ തന്നതെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി നന്മ തരാനും നമ്മുടെ ദൈവത്തിന് കഴിയും. ഏറ്റവും കൂടുതൽ മനുഷ്യർ പറയുന്ന തലമുറയുടെ കാര്യത്തിലാണ്. നമുക്കുള്ള ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. മത്തായി സുവിശേഷത്തിൽ അദ്ദേഹത്തിന് 5 പ്രാവശ്യം പറഞ്ഞു വിചാരപ്പെടരുതെന്ന്. വിചാരപ്പെടരുത്. ഇന്ന് ഒത്തിരി പേര് ആരൊക്കെയോ വിചാരപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, നീ വിചാരപ്പെടരുത്. ഏറ്റവും ശ്രേഷ്ഠമായതൊന്നും ദൈവം കരുതിയിട്ടുണ്ട്.